നമസ്കാരം. ഗതാഗത വാർത്തകൾ. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഉള്ള പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്ക് തുടക്കമായി. തിരുവനന്തപുരം തമ്പാനൂർ KSRTC കോംപ്ലക്സിൽ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഔദ്യോഗിക ഉദ്ഘാടനത്തിന് ശേഷം വനിതകൾക്കൊപ്പം മുഖ്യമന്ത്രി ആദ്യ യാത്ര നടത്തി. ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ CP ജോൺ, ഗതാഗത സെക്രട്ടറി, ഗതാഗത കമ്മീഷണർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്കുള്ള യാത്രാ കൺസെഷൻ സംവിധാനം ഡിജിറ്റൽ രൂപത്തിലായി. നടപടിക്രമങ്ങൾ ലളിതവും സുതാര്യവും ആക്കാൻ MVD ലീഡ്സ് ആപ്പിലൂടെയാണ് ഈ സംവിധാനം തയ്യാറാക്കിയിരിക്കുന്നത്. റോഡിന് നടുവിലേക്ക് ഇഴഞ്ഞുവന്ന 6 മാസം മാത്രം പ്രായമായ കുഞ്ഞിനെ സുരക്ഷിതമാക്കിയ സ്വകാര്യ ബസ് ജീവനക്കാരെ മോട്ടോർ വാഹന വകുപ്പ് ആദരിച്ചു. സഫ മർവ എന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരായ ഡ്രൈവർ ശ്രീ P രാമചന്ദ്രൻ, കണ്ടക്ടർ ശ്രീ MA മുഹമ്മദ് നവാസ് എന്നിവരെയാണ് മോട്ടോർ വാഹന വകുപ്പ് ആദരിച്ചത്. ഡ്രൈവർ ബസ് സുരക്ഷിതമായി നിർത്തുന്നതും കണ്ടക്ടർ കുട്ടിയെ സുരക്ഷിതമായി എടുത്ത് രക്ഷിതാക്കളെ ഏൽപ്പിക്കുന്നതുമായ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട മലപ്പുറം RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം ഉദ്യോഗസ്ഥർ ജീവനക്കാരെ ആദരിക്കുകയായിരുന്നു. നല്ലൊരു കാര്യം ഇവർക്ക് ചെയ്യാൻ പറ്റി. ഒരു പിഞ്ചു കുട്ടി റോഡിലേക്ക് അറിയാതെ ഇറങ്ങി വന്നത് ഈ ഡ്രൈവറും ഈ കണ്ടക്ടറും സമയോചിതമായി ഇടപെട്ടത് കൊണ്ട് നമുക്ക് ആ ജീവൻ രക്ഷിക്കാൻ പറ്റി. അതിനേക്കാൾ ഉപരിയായി ആ ഒരു നമ്മളുടെ ഇടയിലുള്ള ആ മനുഷ്യത്വം, ആ ഒരു സ്നേഹമാണ് അവിടെ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞത്. ആ കറക്റ്റ് സമയത്ത് അവർ ആക്ട് ചെയ്തതുകൊണ്ട് കേരളത്തിന് മൊത്തം നമുക്കൊരു നല്ല സന്ദേശം കൊടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ എല്ലാ ഡ്രൈവർമാർക്കും മാതൃകയാണത്, എല്ലാ മനുഷ്യർക്കും മാതൃകയാണത്. റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന കൊല്ലം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ട്രാക്ക് എന്ന സംഘടനയുടെ 12ാമത് ട്രാക്ക് ഡേ ആഘോഷം മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ നിർവഹിച്ചു. എല്ലാവിധ പിന്തുണയും കൊല്ലത്ത് ഒരു വ്യക്തി എന്ന നിലയിലും അതിനുമപ്പുറം സർക്കാരിന്റെ ഭാഗമെന്ന നിലയിൽ നൽകുവാൻ ഈ വേള ഞാൻ ഉപയോഗിക്കുകയാണ്. റോഡ് അപകടങ്ങളിൽ പരിക്കേറ്റ് വീടുകളിൽ കഴിയുന്നവർക്കുള്ള വീൽ ചെയറുകൾ മന്ത്രി വിതരണം ചെയ്തു. കൊല്ലം RTO ശ്രീ K അജിത് കുമാർ, ജോയിന്റ് RTO ശ്രീ ശരത് ചന്ദ്രൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. റോഡ് ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടുന്നവർക്ക് നൽകുന്ന നിർബന്ധിത റിഫ്രഷർ കോഴ്സിന്റെ സമയക്രമം പരിഷ്കരിച്ചു. താരതമ്യേന ചെറിയ നിയമലംഘനങ്ങൾ നടത്തുന്നവർക്കും ഗൗരവതരമായ കുറ്റങ്ങൾ ചെയ്യുന്നവർക്കും ഒരേപോലെ ട്രെയിനിങ് നൽകുന്നത് പ്രായോഗികമല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കുറ്റകൃത്യത്തിന്റെ സ്വഭാവവും ഗൗരവവും അനുസരിച്ചാണ് ട്രെയിനിങ് കാലയളവ് പരിഷ്കരിച്ച് ഗതാഗത കമ്മീഷണർ ഉത്തരവിറക്കിയത്. യാത്രക്കിടയിൽ ബസ്സിൽ കുഴഞ്ഞു വീണ യുവതിയെ ഉടൻ ആശുപത്രിയിലെത്തിച്ച് വൈദ്യചികിത്സ ഉറപ്പാക്കിയ സ്വകാര്യ ബസ് ജീവനക്കാരെ കേരള മോട്ടോർ വാഹന വകുപ്പ് ആദരിച്ചു. തലശ്ശേരി ഇരിട്ടി റൂട്ടിൽ സർവീസ് നടത്തുന്ന സിറ്റി ബോയ് എന്ന ബസ്സിലെ ഡ്രൈവർ ശ്രീ മുബഷീർ, കണ്ടക്ടർ ശ്രീ ഷഹീർ പൂമരം എന്നിവർക്കാണ് കണ്ണൂർ എൻഫോഴ്സ്മെന്റ് RTO ശ്രീ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകിയത്. രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാതെ മറ്റൊരു വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച് കർണാടകത്തിൽ നിന്നും കേരളത്തിലേക്ക് വന്ന വാഹനം കേരള മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്ത് പിഴ ഈടാക്കി. മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട പ്രധാന വാർത്തകളുമായി ഗതാഗത വാർത്തകൾ ഇനി അടുത്ത തവണ.